എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കിച്ചണാണ് കാണിച്ചിരിക്കുന്നത്. അതിലെല്ലാ ഡിവൈസും ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിവൈസിലും അവർ ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണല്ലേ. ഇവിടെ ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവ വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങൾ നൽകുന്നത്? അപ്പോൾ ഈ ഒരു സംശയത്തിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ബൾബുണ്ട്, TV, ഫ്രിഡ്ജ്, ഫാൻ, മിക്സർ ഗ്രൈൻഡർ. ഇവയെല്ലാം നമ്മുടെ വീട്ടിലെ നിത്യ ഉപയോഗ വൈദ്യുത ഉപകരണങ്ങളാണ്. ഇവയ്ക്കെല്ലാം നാം നൽകുന്നത് വൈദ്യുതോർജ്ജമാണെങ്കിലും ഇവ നമുക്ക് നൽകുന്നത് ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ്? കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ബൾബിൽ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. ഇൻഡക്ഷൻ കുക്കറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു എക്സാമ്പിളാണ് അയൺ ബോക്സ്. അയൺ ബോക്സിലും ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റോറേജ് ബാറ്ററിയിൽ അത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ മിക്സിയിൽ നടക്കുന്ന എനർജി കൺവേർഷനോ അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ കൈനറ്റിക് എനർജി ആവാം, പൊട്ടൻഷ്യൽ എനർജി ആവാം. അതുപോലെ തന്നെയാണ് ഫാനിൽ നടക്കുന്നത്. അവിടെയും ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയെ എനർജിയുടെ പല രൂപങ്ങളിലേക്കാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിച്ചു. വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജ രൂപത്തിലാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി കണക്കാക്കുന്നത്. നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം അഥവാ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഭാഗമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിരവധി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഇതിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈദ്യുത ഇസ്തിരിപ്പെട്ടിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് അയൺ ബോക്സ് അല്ലേ. അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ. ഇതൊക്കെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. എങ്ങനെയാണ് ഇത്തരം ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി അവ താപോർജ്ജമായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാനായിട്ട് ടെക്സ്റ്റിൽ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി, 6 വോൾട്ടുള്ള സ്റ്റോറേജ് ബാറ്ററിയും കണക്ഷൻ വയറുകളുമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസുകളെല്ലാം തന്നെ ഈ പടത്തിൽ കാണുന്നത് പോലെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കണക്ഷൻ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് സർക്യൂട്ടാണ് അവിടെ കിട്ടുന്നത്. ഇതിലൊരു സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇപ്പോൾ അത് ഓപ്പൺ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. കാരണം ആ സ്വിച്ചും വയറുമായിട്ട് കോൺടാക്റ്റിലല്ല. അതുകൊണ്ട് നമ്മളതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. സ്വിച്ച് ആ വയറുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ മാത്രമാണ് കറണ്ട് ഫ്ലോ നടക്കുക. അങ്ങനെ 6 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നിക്രോം കമ്പി വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ഈ നിക്രോം കമ്പി ശരിക്കും കറണ്ടിൻ്റെ ഒഴുക്കിനൊരു തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ആ നിക്രോം കമ്പിയിലൂടെ സുഗമമായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് നിക്രോം കമ്പി ചെയ്യുന്നത്. ഇവിടെ ധാരാളം ചുരുളുകളോട് കൂടി കമ്പിയാണത്. അപ്പോൾ എത്രത്തോളം ചുരുളുകൾ കൂടുന്നു അത്രത്തോളം നിക്രോം കമ്പിയുടെ നീളവും കൂടുകയാണ്. അത്രയും പ്രതിരോധം അവിടെ കൂടി വരുന്നു, റെസിസ്റ്റൻസ് കൂടി വരുന്നു. കറണ്ടിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നു, കറണ്ടിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിക്രോം വയർ ചെലുത്തുന്ന ഹൈ റെസിസ്റ്റൻസിൻ്റെ ഫലമായിട്ട് കുറേയേറെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? ഹീറ്റ് എനർജി ആയിട്ട് അതിനെ നഷ്ടപ്പെടും, ആ സർക്യൂട്ടിനെ നഷ്ടപ്പെടും. അതാണ് ആ നിക്രോം വയർ റെഡ് ഹോട്ടായിട്ട് മാറാനായിട്ടുള്ള കാരണം. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന കാര്യം എന്താണ്? ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, മറിച്ച് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്തിട്ട് ഹീറ്റ് എനർജി ആയിട്ട് മാറിയിരിക്കുന്നത്. നേരത്തെ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും ആണ്.
അതുപോലെ തന്നെ ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോയും വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോൾ ഐ കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഈ സർക്യൂട്ടിൽ ശ്രദ്ധിക്കുക, വോൾട്ടിമീറ്റർ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറയുന്ന 2 പോയിന്റിനിടയിലുള്ള വോൾട്ടേജാണ് നമുക്കവിടെ മെഷർ ചെയ്യേണ്ടത് അല്ലേ, ആ റെസിസ്റ്റൻസ് ആറിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. എന്നാൽ അമ്മീറ്ററോ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ എന്താണ്, സീരീസ് കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ആ നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ്, അവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ നമ്മൾ സർക്യൂട്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. ഓമിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. സർക്യൂട്ടിൽ 6 ഓം പ്രതിരോധമുള്ള ചാലകത്തിൻ്റെ അഗ്രങ്ങളിൽ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയപ്പോൾ I ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നതായി അമ്മീറ്റർ രേഖപ്പെടുത്തിയാൽ കറണ്ട് എങ്ങനെ നമുക്ക് എഴുതാം? കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ I = Q/T എന്ന് നമുക്ക് എഴുതാം. അതായത് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമാണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ക്യൂവിനൊരു ഇക്വേഷൻ കൊണ്ടുവരാൻ പറ്റുമല്ലോ. T സെക്കൻഡ് കൊണ്ട് ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന ചാർജിനൊരു ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാം. Q = എങ്ങനെ എഴുതാം? I × T എന്ന് എഴുതാം അല്ലേ. അത്രയും കൂളോം ആയിരിക്കും. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ക്യാപിറ്റൽ ലെറ്റർ C കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 1 വോൾട്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും, 1 വോൾട്ട് ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒരു കൂളോം ചാർജ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ 1 ജൂൾ പ്രവൃത്തിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി V ജൂൾ ആയിരിക്കും. എങ്കിൽ Q കൂളോം ചാർജിനെ V പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി QV ജൂൾ ആയിരിക്കും. ജൂൾ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നേ? ജൂളാണ് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ യൂണിറ്റാണ് എന്ത്? ജൂള്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു കൂളോം ചാർജിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ചലിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് 1 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് V ജൂൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്ന Q കൂളോം ചാർജിനെ V പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് QV ജൂൾ ആയിരിക്കും. വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറ്ററിയാണ്. ബാറ്ററിയാണ് ആ വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത്. ബാറ്ററി T സെക്കൻഡ് സമയം കൊണ്ട് സർക്യൂട്ടിന് നൽകുന്ന വൈദ്യുത പവറാണ് P = W/T എന്ന് പറയുന്നത്. അതായത് വർക്ക് ബൈ യൂണിറ്റ് ടൈമാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ഇതിൽ പ്രവൃത്തിയുടെ സമവാക്യം ആരോപിച്ചാൽ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? W = Q × V. അത് നമ്മൾ Wൻ്റെ പൊസിഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P = V × Q/T എന്ന് കിട്ടും. ഇതിൽ Q/Tക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? I = Q/T അല്ലേ. ചാർജ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് കറണ്ട്. അപ്പോൾ Q/Tക്ക് പകരം നമുക്ക് I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P = V × I എന്ന് കിട്ടും. അതായത് 1 സെക്കൻഡ് കൊണ്ട് ബാറ്ററി സർക്യൂട്ടിന് നൽകിയ ഊർജം പവറാണ് P = V × I എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ T സെക്കൻഡ് കൊണ്ട് ബാറ്ററി സർക്യൂട്ടിന് നൽകിയ ഊർജം എന്ന് പറയുന്നത് T = VIT ആയിരിക്കും. പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് T സെക്കൻഡ് കൊണ്ട് ബാറ്ററി സർക്യൂട്ടിന് നൽകിയ ഊർജ്ജം കിട്ടുക, P × T. അപ്പോൾ ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് T = VIT എന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നിക്രോം വയർ കണക്ട് ചെയ്ത സർക്യൂട്ട് പഠിച്ചു. അവിടെ ബാറ്ററി ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? VIT. ആ പവർ ഇൻറ്റു ടൈം എന്നുള്ളതിനെ നമുക്ക് H കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഹീറ്റായിട്ടത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് H = VIT എന്ന് വരും.
ചാലകത്തിൽ പ്രയോഗിച്ച വോൾട്ടതയ്ക്കനുസരിച്ച് ചാലകത്തിലൂടെ കറണ്ട് ലഭ്യമായതുകൊണ്ടാണ് അവിടെ താപം രൂപപ്പെട്ടത്. സർക്യൂട്ടിലെ നിക്രോം കമ്പി മാത്രം ചുട്ടുപഴുത്തത് എന്തുകൊണ്ടായിരിക്കും? നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ടെമ്പറേച്ചർ മാത്രമേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ടെമ്പറേച്ചർ മാറുമ്പോൾ ആ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസിന് ചേഞ്ച് വരും. അല്ലാതെ നമ്മളെടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നതിൽ പ്രതിരോധത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഓംസ് ലോ അറിയാമല്ലോ. V=I/R ആണ് ഓംസ് ലോ. അത് നമ്മൾ H=VIT എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? H=IR×IT. അപ്പോൾ അവിടെ 2 I ഉണ്ട്. I×I, I²RT എന്ന് വരും. ഇതിൽ നിന്ന് നിക്രോം കമ്പി വൈദ്യുത പ്രവാഹത്തിൽ ചൂടായി ചുവന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാമല്ലോ. എന്തുകൊണ്ടായിരിക്കും? ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിനോടും റെസിസ്റ്റൻസിനോടും ടൈമിനോടും പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ കറണ്ട് കൂടിയാലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. റെസിസ്റ്റൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് വയർ, ഇപ്പോൾ ഇവിടെ നമ്മൾ നിക്രോമാണ് യൂസ് ചെയ്തത്, അതിൻ്റെ ലെങ്തും വൈൻഡിങ്ങും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസും കൂടുന്നു. അപ്പോൾ കറണ്ടിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ടൈമും. എത്ര നേരം ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, എത്ര നേരം ആ വയർ, ആ റെസിസ്റ്റൻസ് വയർ കറണ്ട് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നു, ഇതുമെല്ലാം ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇങ്ങനെ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നൊക്കെ പറയും. അടുത്തൊരു സയൻറ്റിസ്റ്റാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂളും ജൂൾ നിയമവും. 1818 ജനിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഇദ്ദേഹമാണ് താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനത്തെക്കുറിച്ചും പഠനം നടത്തിയത്. വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാകുന്ന താപപരിമാണവുമായി ബന്ധപ്പെട്ടതും വാതകങ്ങളുടെ ഊർജം, അവയുടെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതുമായ 2 നിയമങ്ങളാണ് അദ്ദേഹത്തെ ശാസ്ത്രലോകത്ത് പ്രശസ്തനാക്കിയത്. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? വർക്കിനൊരു ഇക്വേഷൻ പഠിച്ചു, W=Q×V. പവറിൻ്റെ ഇക്വേഷൻ W/T എന്നൊരു ഇക്വേഷൻ പഠിച്ചു, VQ/T എന്നൊരു ഇക്വേഷൻ പഠിച്ചു, പവർ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്നൊരു ഇക്വേഷനും പഠിച്ചു. അതുപോലെ തന്നെ ഹീറ്റിന് VIT എന്നൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ H=I²RT എന്നൊരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ക്ലാസ് മനസ്സിലായി എങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്